ക്ഷേമ പെൻഷൻ, സാമൂഹ്യ ക്ഷേമ സുരക്ഷ, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ 65 ലക്ഷം പേർക്കാണ് കിട്ടുന്നത് സംസ്ഥാനത്ത്. അത് 3000 രൂപ ആക്കും എന്നൊരു പ്രഖ്യാപനം ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞിരുന്നു. അത് പിന്നെ UDFിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു. ഞാൻ ബഡ്ജറ്റിൽ അത് പറയുകയോ അതിന് തുക വകകൊള്ളിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ 2000 രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് 1500 ആയിരുന്നു. കഴിഞ്ഞ സർക്കാരാണ് 2000 ആക്കി. 2 ഗഡു ഇലക്ഷൻ സമയത്ത് ഒന്നിച്ച് കൊടുത്തിട്ടും ആളുകൾ വോട്ട് ചെയ്തില്ല എന്നുള്ള പരാതി വാങ്ങിച്ച് നക്കിയിട്ട് തേച്ചൊട്ടിച്ചില്ലേ എന്ന് MM മണി സാർ ആശാൻ ചോദിച്ചത് ഈ വിഷയത്തെക്കുറിച്ചാണ്. എന്തായാലും 3000 രൂപ ആക്കുക എന്നത് നടപ്പിലാക്കുന്നതിന് ഒരു കാലതാമസം ഉണ്ടാവില്ല എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ അർഹരിലേക്ക് എത്തുന്നതിന് വേണ്ടി മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി പുതിയ സംവിധാനം സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭയിൽ ചോദ്യോത്തര വേളയിലാണ് ഇതിന് ഉത്തരം പറഞ്ഞത്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 24-ാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്നും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ നൽകാനാണ് UDF സർക്കാരിൻ്റെ ശ്രമമെന്ന് സതീശൻ പറഞ്ഞു. പെൻഷൻ 3000 രൂപയാക്കുന്നത് LDFിൻ്റെ വാഗ്ദാനം പോലെ ആയിരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞാൽ പറഞ്ഞതാണ്, പറയുന്നത് ചെയ്യും, ചെയ്യുന്നതേ പറയൂ എന്നാണ്. ഇത് പാഴ്വാക്കല്ല, ഇത് പൂക്കിയുടെ വാക്കാണ്, മനോഹരമായ വാക്കാണ് മുഖ്യമന്ത്രിയുടെ. ക്ഷേമ പെൻഷൻ 3000 ആക്കുന്ന UDF വാഗ്ദാനം LDF വാഗ്ദാനം പോലെ ആയിരിക്കില്ല. LDF 2000 രൂപയാക്കുമെന്നായിരുന്നു വാഗ്ദാനം ചെയ്യുന്നത്. ആദ്യ സർക്കാരിൻ്റെ കാലാവധി തീരാനിരിക്കാൻ 1500 എന്നുള്ളത് 100 രൂപ കൂട്ടിയത്, അതിൽ നിന്ന് 2000 ആക്കി ഉയർത്തിയത്. 2 LDF സർക്കാരിൻ്റെ കാലത്ത് കാലാവധി തീരാനിരിക്കുകയാണ് അങ്ങനെ ഒരു കൂട്ടലുണ്ടാക്കിയത്. അത്തരം ഒരു കാലതാമസം UDF വരുത്തില്ല എന്നുള്ളതും വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ക്ഷേമ പെൻഷൻ കൃത്യമായി 65 ലക്ഷം പേർക്കും കൊടുക്കും. AC വെച്ചതുകൊണ്ട് പെൻഷൻ നിഷേധിക്കുന്നതായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതി കൊണ്ട് അത്തരത്തിൽ പെൻഷൻ മാനദണ്ഡങ്ങളിൽ പല പരാതികളും ഉയർന്നു വന്നിട്ടുണ്ടെന്നും ഇത് പരിശോധിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാരണം പെൻഷൻ വാങ്ങിയതിന് ശേഷം അത് പിന്നെ അവർക്ക് സൗകര്യങ്ങൾ കൂടുമ്പോൾ അവർക്ക് പെൻഷൻ കട്ടാവേണ്ട ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെയുള്ളവരെ ലിസ്റ്റൊക്കെ കണ്ടുപിടിക്കും. അനർഹരായ ചില ആളുകളും പദ്ധതിയിലുണ്ട്. അർഹരെ ഉൾക്കൊള്ളുവാനും അനർഹരെ ഒഴിവാക്കാനുമായി ഒരു സംവിധാനം സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. അതുപോലെ പെൻഷൻ പദ്ധതിയിൽ സമഗ്രമായ കാലോചിതമായ മാറ്റമുണ്ടാവും. EPF പെൻഷനുണ്ട്, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനുണ്ട്, പങ്കാളിത്ത പെൻഷനുണ്ട്, NPSൻ്റെ കുറേ കഥകളുണ്ട്. വലിയ കഥകളാണ് പെൻഷനെ സംബന്ധിച്ച് ആളുകൾക്കുള്ളത്. 700 രൂപ പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ടവരുമുണ്ട്, ഇവിടെ 10,000-കണക്കിന് രൂപ പെൻഷൻ വാങ്ങുന്നവരുണ്ട്. ഇതിലൊക്കെ ഒരു ഏകീകരണം കൊണ്ടുവരുമോ സർക്കാർ, അതോ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അറിയില്ല. പങ്കാളിത്ത പെൻഷൻ എന്നുള്ളത് അക്ഷയോടെ പെൻഷനായി മാറും എന്ന് LDF പറഞ്ഞിരുന്നു. അതിന് പകരം അത് പങ്കാളിത്ത പെൻഷനായി തന്നെ നിലനിർത്തി 10% എന്നുള്ളത് 14% മാറ്റുമോ സർക്കാരിൻ്റെ പേയ്മെൻറ്റ്? ഇതൊക്കെയാണ് അറിയാനുള്ള കാര്യങ്ങൾ. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ ഉണ്ടാകുമെന്നാണ് അസംബ്ലിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ചോദ്യോത്തര വേളയിൽ 3000 രൂപയുടെ കഥ വളരെ അസന്നിഗ്ധമായി പറഞ്ഞു. വളരെ താമസിയാതെ തന്നെ 3000 രൂപ കൊടുക്കുകയും അനർഹരായിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുകയും അർഹരായിട്ടുള്ള പുതിയ ആളുകളുണ്ടെങ്കിൽ അവരെ കയറ്റുകയും ചെയ്യുന്ന പുതിയ പ്രോസസ്സ് എന്തായാലും ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കുന്നതിനുള്ള നടപടി ഉടനെ തന്നെ വരും എന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും LDF സർക്കാരിനെ പോലെ അല്ല ഞങ്ങൾ. UDF പറഞ്ഞാൽ പറയുന്നത് ചെയ്യും, ചെയ്യുന്നതേ പറയൂ, പറയുന്നത് ചെയ്യും എന്ന് തന്നെയാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അതിൻ്റെ ഉത്തരവുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപ ആക്കുന്നത് വളരെ താമസിയാതെ കൊടുക്കും. അതുപോലെ തന്നെ പെൻഷൻ സ്കീമിനെ കൃത്യമായി ഉടച്ചു വാർക്കുമെന്നും അതിനെ സംബന്ധിച്ചും ഒരു വലിയ കൃത്യമായ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദ്യോത്തര വേളയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.